എനിക്ക് ഒരു കാര്യത്തില് മണിക്കൂറിനോട് ഭയങ്കര ഒരു പിണക്കം തോന്നുന്ന എന്നാന്നറിയാം. അത് ഈ ഒരു അനിയൻ തോന്നുന്നോണ്ട് ഒരു സ്നേഹം തോന്നുന്നോണ്ടായിരിക്കും. ഈ ആക്ഷൻ ഒക്കെ ചെയ്യുമ്പോഴത്തേന് എന്നത്തിന് ഈ ഡ്യൂപ്പ് ഇല്ലാത്തൊക്കെ ചെയ്യുന്നേ. ഇപ്പം ആക്ഷൻ എല്ലാവരും ഡ്യൂപ്പില്ലാതെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും ഇപ്പോൾ ഒപ്പം ചെയ്ത സമയത്ത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഒരു ജയിൽ സീക്വൻസ് ഉണ്ട്, നമ്മളെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. അപ്പം ഈ ഇതൊക്കെ ഇട്ട് വരാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു മടി, ഷോർട്സ് ഒക്കെ ഇട്ട് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഷോർട്സ് വേണ്ട, കുറച്ചും കൂടെ പാൻസ് പോലെ എന്തെങ്കിലും ആക്കിയാൽ. അപ്പോൾ പറഞ്ഞു ഷോർട്സ് വേണ്ടേ, നീ അങ്ങോട്ടൊന്ന് നോക്കിയപ്പോൾ എന്തിനും തയ്യാറായ ലാലേട്ട ഷോർട്സ് ഒക്കെ ഇട്ട് ലാലേട്ടനെ ചോദ്യം ചെയ്യുന്നത്. അതും തലകുത്തനെ ഇട്ടിട്ടാണ് ചോദ്യം ചെയ്യുന്നത്, ഷോർട്സ് ഒക്കെ ഇട്ടു. ഞാൻ പറഞ്ഞു ഞാൻ ഷോർട്സ് ഇട്ടോളാമേ. അപ്പോൾ കാരണം നമ്മുടെ സ്റ്റാർസ് അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പം പിന്നെ അതുമാത്രമല്ല നമുക്ക് സേഫ്റ്റി മെഷേഴ്സ് ഒരുപാടുണ്ട്. കുറച്ചൊരു ധൈര്യം മതി, നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള ധൈര്യം. എന്തെങ്കിലും ഒരു അപകടം വല്ലതും പറ്റിയിട്ടുണ്ട് ഫിലിമിൽ ഒരുപാട് അപകടം. കാരണം കൊച്ചുണ്ണി ഞാൻ ചെയ്യുന്ന സമയത്ത് ഓരോ ഷെഡ്യൂൾ ചെയ്യുമ്പോഴത്തേനും ഞാൻ ഇവിടെ വന്ന് ഡോക്ടറിൻ്റെ അടുത്തും വൈദ്യരുടെ അടുത്തൊക്കെ ആയിരുന്നു. അപകടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ പെയിനൊന്നും എനിക്ക് എടുത്തിട്ടില്ല, ഒരു വേദനയായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ ഷെഡ്യൂൾ വീട്ടിൽ വരുമ്പോഴത്തേന് ഈ സീരിയൽ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു നന്നായിട്ട് വന്നിട്ടുണ്ടല്ലോ ആക്ഷൻ സീക്വൻസ്, നന്നായിട്ട് ഒരുപാട് കോൾ ആ സമയത്ത് വരാറുണ്ട്, നന്നായി ആക്ഷൻ സീക്വൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പെയിനൊക്കെ സാധാരണ അമ്മയപ്പനും എന്നെ ഒരു കാര്യത്തിൽ അങ്ങനെ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. എന്നാലും മോൻ ഇങ്ങനെ മേലാതെ വരുമ്പോഴത്തേന് അമ്മയ്ക്ക് വിഷമാവുകയല്ലേ? അല്ല, അവർ ആ സീരിയൽ കാണുമ്പോൾ അതിനെങ്ങോട്ട് എൻജോയ് ചെയ്ത് കാണും, നന്നായി ചാടി, കുഴപ്പമില്ല ചാടി. അപ്പം നമ്മൾ ഈ പെയിൻ ഉണ്ടെങ്കിലും കുറച്ചങ്ങ് പിന്നെ അവരൊരു കാര്യത്തിൽ എന്നെ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല, നീ അത് ചെയ്യരുത്, നീ അത് ചെയ്യുമ്പോൾ സൂക്ഷിക്കാൻ പോകണം, നീ ആരോഗ്യമായിട്ട് വന്നാലും നീ എന്തായാലും ഞങ്ങൾ നിന്നെ നോക്കിക്കോളാം. കാരണം അവർക്ക് ഗ്യാരണ്ടി ഉണ്ട്. അവർക്ക് വേറെ രീതിയിലും സിനിമയിൽ സഹായിക്കാനായിട്ട് പറ്റത്തില്ല. സിനിമ എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. ഇന്നും സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ മോനാണോ അവർ ഭയങ്കര ആരാധനയോടെ കാണുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഒരു സഹായം അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചേച്ചിമാരൊക്കെ എന്നാ പറയും? ചേച്ചിമാരുടെ മക്കളാണ് കൂടുതലായിട്ട് എൻജോയ് ചെയ്യുന്നത്. ചേച്ചിമാരെന്നും നീ നടനായല്ലേ വിശ്വസിക്കൊരിതാണ്. പക്ഷെ എൻ്റെ ചേച്ചിമാരുടെ മക്കളാണ് കുറച്ച്. ഒരാൾ മൈസൂരാണ്, അളിയൻ അവിടെ റെക്കറ്റ് ആൻഡ് പെനക്കൈസർ എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഒരാൾ കൊല്ലത്താണ്, ആ ചേച്ചി ടീച്ചറാണ്, അളിയൻ ദുബായിലാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇല്ല, ഇപ്പൊ ഞാൻ അവരെ കെയറും പാമ്പർ ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്തി, കാരണം കുറച്ച് പ്രായമായല്ലോ. പുതിയ പ്രോജക്റ്റ് ഇപ്പൊ ഞാൻ കരിങ്കുന്നം സിക്സേഴ്സ് റിലീസ് നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒപ്പമാണ് പ്രിയൻസാറിൻ്റെ ഒപ്പം എന്ന് പറയുന്ന സിനിമയാണ് ചെയ്യുന്നത്, ലാലേട്ടൻ്റെ ഒപ്പം. അതിൻ്റെ അത്ര നല്ല ക്യാരക്ടറാണ്. ഇനി അടുത്ത ഒരു പ്രോജക്റ്റിലോട്ട് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ആ ക്യാരക്ടർ എത്രത്തോളം ഇതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് സെലക്ട് ചെയ്യണം വേണ്ടേ എന്നുള്ളൊരു ഇതിലാണ്. അങ്ങനെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല പ്രോജക്റ്റ് ആയിരിക്കും അത്. ഓക്കെ. അപ്പൊ പാട്ടിന്റെ കാര്യം മറക്കരുത്. പാട്ടിന്റെ കാര്യം ചിക്കൻ ഇത്ര ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി തന്ന ആരെങ്കിലും ഉഴപ്പാൻ ശ്രമിക്കല്ലേ? ഞാൻ പാടാൻ ചേച്ചി. ഇത് വെച്ചിട്ട് ഇപ്പൊ പാടണം, ക്ഷമിച്ചേക്കാം കുറച്ചു നേരം. ക്ഷമിച്ചിരിക്കണം. ഫുഡ് നന്നായി ഉണ്ടാക്കി തന്ന് പാടണം. എല്ലാ രണ്ട് കാര്യങ്ങളും അതിപ്പോ ഞാൻ പറഞ്ഞോണ്ടല്ലേ ഇപ്പൊ എടുത്ത് കഴിച്ചത്. അതുപോലെ നേരത്തെ ടേസ്റ്റ് ഇങ്ങനെ ചുമ്മാ ഞാൻ പറഞ്ഞപ്പോഴത്തേന് ഉഴപ്പാണ്. പാടാം. മുൻദിനം பார்த்தேனே பார்த்ததும் தோற்றேனே சல்லடை கண்ணாக உள்ளவும் புண்ணானதேன் எத்தனை நாளாக உன்னை நான் பாராமல் எங்கு நான் போவேனோ நாட்களும் வீணானதேன் வானத்தில் நீ வெண்ணிலா ஏக்கத்தில் நான் தேவதா இப்போது என்னோடு வந்தால் என்ன ஊர் பார்க்க ஒன்றாக சென்றால் என்ன இப்போது என்னோடு வந்தால் என்ன ஊர் பார்க்க ஒன்றாக சென்றால் என்ன முன்தினம் பார்த்தேனே பார்த்ததும் தோற்றேனே சல்லடை கண்ணாக உள்ளவும் புண்ணானதேன் எத்தனை நாளாக உன்னை நான் பாராமல் எங்கு நான் போவேனோ நாட்களும் வீணானதேன். Very good.